രൂപീന്ദ്ര സിംഗ് കൂടിയുള്ളത് കൊണ്ട് ഞങ്ങൾ ആദ്യമായി ഒരു സിഖ് ക്ഷേത്രത്തിൽ കയറാൻ പോവുകയാണ് കേട്ടോ. അതിനുള്ള ഒരു അവസരം നമുക്ക് രൂപീന്ദ്ര സിംഗ് ഒരുക്കി തന്നിരിക്കുകയാണ്. ചെരുപ്പൊക്കെ ഊരിയിട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കൈയും മുഖമൊക്കെ കഴുകാനുള്ള ഒരു വാഷ് ബേസിൻ അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കാല് കഴുകാൻ, വൃത്തിയായി കാല് കഴുകാൻ നമുക്ക് ഒരു ഇങ്ങനെ ഇത്തിരി വെള്ളമൊക്കെ ഉള്ളൊരു സ്ഥലം നമുക്കുണ്ട്. അവിടെ നമ്മൾ കാല് കഴുകി നമ്മൾ തുടച്ച് വേണം അകത്തേക്ക് കയറുന്നതിന് മുൻപ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ തലയിലൊക്കെ കെട്ടണം. അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. പക്ഷെ നമുക്കിപ്പോൾ ഇങ്ങനെ അറിയില്ലല്ലോ, ഇങ്ങനെ കയറുന്നുണ്ടെന്നൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ഒരു കൂടിൽ അവർ എന്നും അലക്കി വൃത്തിയായിട്ട് സൂക്ഷിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ കെട്ടുകയാണ് കേട്ടോ. അങ്ങനെ കെട്ടിയാൽ മാത്രമേ നമുക്ക് സിഖിൻ്റെ ആ ഒരു ക്ഷേത്രത്തിലേക്ക് നമുക്ക് കയറാൻ പറ്റുള്ളൂ. ऐसे करेगा, हाँ ऐसे भी करेगा, വീഡിയോ എടുക്കാൻ പാടോ ഇല്ലയോ എന്നുള്ളൊരു ശങ്കയിലാണ് ഞങ്ങൾ ആക്ച്വലി പോണത്. പക്ഷെ രൂപീന്ദ്ര സിംഗ് പറഞ്ഞത് ഇപ്പം നമ്മുടെ തട്ടകത്തമ്പലം എന്നൊക്കെ പറയണ പോലെ രൂപീന്ദ്ര സിംഗിൻ്റെ ആണ് ഈ സിഖ് അമ്പലം. അപ്പോൾ അത് കുഴപ്പമുണ്ടാവില്ല എന്നുള്ള മട്ടിലാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പുള്ളിയുടെ പെർമിഷന് വേണ്ടിയിട്ട്. ഞങ്ങളോട് വീഡിയോ എടുത്തോളാൻ പറഞ്ഞു, കുഴപ്പമില്ല പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കണ്ട. ഇവിടെ അങ്ങനെ ഭയങ്കര സൈലൻസാണ്, അതുകൊണ്ട് കോളിൽ സംസാരിക്കാനൊന്നും പറ്റില്ല. ഓംകാർ means God is one. ഗോഡ് ഈസ് വൺ. ഓക്കെ, എല്ലാ ഈശ്വരന്മാരും ഒന്നാണ് എന്ന പ്രതീകമാണ് എന്നാണ് രൂപീന്ദ്ര സിംഗ് പറഞ്ഞത് കേട്ടോ. प्रसिद्ध आपको जय पकड़ी में सारे वीडियो पकड़ी में सारे वीडियो देखा हो रहे हैं कंपनी में बड़ी अच्छी दादी गल नहीं करनी मेरी बहुत ज़्यादा इधर भी खाएगा, इधर खाएगा और उधर खाएगा, घर में जाएगा, इधर खाएगा। और खिला रुको जिन्होंने लाया गुरुद्वारा साहब के लिए, तो ये हम सबको देता है। जो गुरुद्वारे में आता है इसको प्रसाद समझ के सब खाते हैं. ഇവിടുത്തെ മെയിൻ പുരോഹിതന്മാരാണ്. അപ്പോൾ അവരോട് സംസാരിക്കാനും ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ഇടയുണ്ടായി. അവർ നല്ലോണം ഇങ്ങനെ വീഡിയോ എടുക്കണതിനൊന്നും കുഴപ്പമൊന്നും പറഞ്ഞില്ല. ഇത് നമ്മുടെ സിഖ് ക്ഷേത്രത്തിനോട് ചേർന്ന് അന്നദാനം ഒക്കെ നൽകുന്ന ഒരു ഊട്ടുപുര പോലത്തെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ എല്ലാ നേരവും
രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ എല്ലാ നേരവും ഭക്ഷണം വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവർ. നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പോലത്തെ ഭക്ഷണം ഉണ്ട്, അതല്ല വെച്ചാൽ പായസം ആയിട്ടുണ്ട്. പാൽപ്പായസം പോലെയുള്ള പായസമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ പായസമാണ് കുടിക്കാൻ വിചാരിച്ചിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് നോർമലി ഞങ്ങൾക്ക് ദോശയാണ് ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ ദോശ അന്വേഷിച്ച് പോകാറ് പതിവ്. കൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഇവിടെ മിക്കപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ആലു പൊറോട്ടയും ചപ്പാത്തിയും ഒക്കെ പോലത്തെ ആയിരിക്കും. അപ്പം അത് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ നോർമലി അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, പായസം കുടിക്കാൻ പോവുകയാണ് കേട്ടോ. कुछ तो ऑर्गेनिक यानी चटनी आप टेस्ट कीजिएगा लड्डू। हाँ हाँ है सर आप टेस्ट कीजिएगा। പാൽപ്പായസം കുടിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നല്ല പരിപ്പിൻ്റെ പായസം ഉണ്ട് അത്ര, എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അവർ ഉപയോഗിച്ചിരിക്കുന്ന പരിപ്പ് നല്ല ചെറുപയർ പരിപ്പാണ്, അതാണ് ആരോഗ്യത്തിന് നല്ലതാ പറഞ്ഞിട്ട് ചെറുപയർ പരിപ്പാണ് കേട്ടോ, അതിൻ്റെ പായസമാണ്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ നെയ്റോസ്റ്റ് കഴിക്കൽ ഇപ്പോൾ ജമ്മുവിലായാലും അതൊരു ഭയങ്കര ക്രേസാണ്. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ഭാഗ്യത്തിന് നമുക്ക് ദോശ കിട്ടുന്ന ഒരു കടയൊക്കെ കിട്ടി. അവിടെ നമ്മൾ നെയ്റോസ്റ്റൊക്കെ കഴിച്ചു. ഇനി നമുക്ക് അടുത്ത വീഡിയോവുമായി അടുത്ത സ്ഥലം കാണാം.